പേരട്ട ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിൽക്കുന്ന പഴക്കമേറിയ പൊങ്ങല്യം മരം വലിയൊരു ദുരന്തത്തിന് വഴിവെക്കുമെന്ന് ആശങ്ക ഉയരുന്നു. ഏകദേശം 35 വർഷം പഴക്കമുള്ള ഈ മരം ഏതു നിമിഷവും കടപുഴകി വീഴാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുകയാണ്. 40ഓളം വർഷം പഴക്കമുള്ള പൊങ്ങല്യം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട മരമാണിത്. കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ നമ്മളൊരു വലിയ വാർത്ത കൊടുത്തുകൊണ്ട് ഇതിന്റെ ഗൗരവത്തെ അധികൃതരുടെ മുമ്പിലേക്ക് നമ്മൾ എത്തിച്ചതാണ്. അതിനെതിരെ വരെ ഒരു ശാശ്വത നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവിടെ പായം പഞ്ചായത്തിൻ്റെ ഒരു വാർഡ് മെമ്പർ എന്ന രീതിയിൽ വളരെ ആധികാരികമായിട്ട് ഇത് അധികാരികളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ നമുക്കറിയാം അത് ഒരു അക്ഷയ സെൻ്ററാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ബാങ്കുകളുണ്ട്. അതുപോലെ തന്നെ നിരവധി കുഞ്ഞുങ്ങളടക്കം ബസ് പോകുന്ന ഒരു പാതയാണിത്. ഇതുകൊണ്ട് ഇപ്പോൾ ഇന്ന് രാവിലെ വീണ കമ്പുകളാണ് ഈ കാണുന്ന കമ്പുകൾ. ഇതിൻ്റെ മണ്ടയ്ക്കുന്ന കമ്പുകൾ ഒടിഞ്ഞ് താഴെ വീഴുകയാണ്. ഒരു പെൺകുട്ടി അക്ഷയിലേക്ക് പോയ പെൺകുട്ടി തലനാരടയ്ക്കാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. അപ്പോൾ നമ്മൾക്ക് പറയാനുള്ളത്, ഒന്നെങ്കിൽ ഈ മരത്തിൻ്റെ ശിഖരങ്ങൾ കുറേ മുറിച്ചു മാറ്റി ഇതിൻ്റെ അപകടാവസ്ഥ തരണം ചെയ്തുകൊണ്ട് മാറ്റി നിർത്തണമെന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് അധികൃതരുടെ പേരിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വതമായ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ വലിയൊരു വിപത്തിലേക്ക് പോവുകയും അന്നേരപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇനിയൊരു ദുരന്തം ഉണ്ടാകാതെ, ആ ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് എന്ന രീതിയിൽ അതിനെ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ്. ബസ് സ്റ്റാൻഡ്, അക്ഷയ കേന്ദ്രം, റേഷൻ കട എന്നിവ സ്ഥിതി ചെയ്യുന്ന വളരെ തിരക്കേറിയ സ്ഥലമാണിത്. സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി ആളുകൾ ദിവസവും ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നു. മരത്തിന്റെ ശിഖരങ്ങൾ പല ഭാഗങ്ങളിലും പഴകി ദ്രവിച്ച നിലയിലാണ്. ശക്തമായ മഴയോ കാറ്റോ ഇല്ലാതിരുന്നിട്ടും കനമുള്ള വലിയ കമ്പുകൾ ഒടിഞ്ഞു വീഴുന്നതും പതിവായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അക്ഷയ കേന്ദ്രത്തിൽ എത്തിയ ഒരു കുട്ടി അത്ഭുതകരമായാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. മരത്തിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി 2-3 വർഷം മുൻപ് തന്നെ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും പഞ്ചായത്ത് അധികൃതർ ഇതുവരെ കാര്യമായ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. മരത്തിന്റെ ശിഖരങ്ങൾ മിക്കതും അടർന്നു വീഴാറായ അവസ്ഥയുമാണ്. ഇനിയും അനാസ്ഥ തുടർന്നാൽ വൻ ദുരന്തമായിരിക്കും ഫലം. അടിയന്തരമായി വനംവകുപ്പും പഞ്ചായത്ത് അധികൃതരും ഇടപെട്ട് മരം മുറിച്ചു മാറ്റണമെന്നും നാട്ടുകാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഈ മരം എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റുകയോ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ വലിയ അപകടം സംഭവിക്കുന്നുള്ളത് തന്നെ ഒരു ഇതാണ്. കാരണം എത്രയും പെട്ടെന്ന് ഈ മരം മുറിച്ചു മാറ്റുക എന്നതാണ് ഇതിനൊരു പോംവഴിയുള്ളത്.